ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ കക്കാടംപൊയിൽ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. സാരംഗ് നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയാം? എനിക്ക് ഇതെവിടെ സ്ഥലം എന്നുള്ളത് അറിയാം. ഇവിടെ പഴശ്ശിരാജ താമസിച്ചതാണ്. ഒളിച്ച് താമസിച്ചില്ലേ ബ്രിട്ടീഷുകാരെ. ഓ, അത് കാണാനാണ് ഇവിടെ ട്രക്കിങ് ഉള്ളത് അല്ലേ? എന്നപ്പോ ട്രക്കിങ്ങിന് പോയിട്ട് നമുക്ക് ആ ഗുഹയൊക്കെ കണ്ടാലോ? ആരും ഒളിച്ച് താമസിച്ചിരുന്നതൊക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു 12:45 കൂടിയിട്ടാണ് മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിലെത്തുന്നത്. ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് അടിപൊളി വ്യൂ പോയിന്റുകൾ കാണാൻ സാധിക്കും. മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ ബോർഡറിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചാലിയാർ റിവറിൻ്റെ ഒരു ഭാഗമാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കൂടാതെ ഓഫ് റോഡ് ട്രക്കിങ്ങും അവൈലബിൾ ആണ്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. 40 രൂപയാണ് മുതിർന്നവർക്ക് ടിക്കറ്റ് ചാർജ്, കുട്ടികൾക്ക് 15. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചാർജ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. പ്രൊഫഷണൽ ക്യാമറകളേക്കാൾ ക്ലാരിറ്റിയുള്ള സ്മാർട്ട് ഫോൺ ക്യാമറകൾ ഇറങ്ങിയത് കൊണ്ടാണ് ചാർജ് ഒഴിവാക്കിയതെന്ന് അറിയാൻ സാധിച്ചത്. ഓഫ് റോഡ് ട്രക്കിംഗ് പാക്കേജിൽ 6 പേർക്ക് 1500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 6 കിലോമീറ്റർ ഗൈഡോട് കൂടിയിട്ടുള്ള ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്രയാണ് ഈ പാക്കേജിലുള്ളത്. 2 മണിക്കൂറാണ് ഈ യാത്രയുടെ ഒരു ദൈർഘ്യം. പഴശ്ശിക്കാടിനുള്ളിൽ പഴശ്ശിയുടെ ഒളിത്താവളങ്ങളായ ഗുഹകളിലേക്കാണ് ഈ യാത്ര. ഈ യാത്രയുടെ ബുക്കിംഗ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും ധൈര്യമായി വെള്ളത്തിലിറങ്ങും. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞായറാഴ്ചയായിട്ട് പോലും അത്രയും തിരക്കൊന്നുമില്ല.
ഫ്രണ്ട്സ്, ഈ പ്രദേശങ്ങളിൽ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്ന വന്യജീവികളും ചിത്രശലഭങ്ങളുമാണ് ഈ ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കൊന്നിനെയും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് പ്രത്യേകം ടൈമുണ്ടോ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണെന്നുള്ളതൊന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നിലമ്പൂർ തന്നെ അടുത്ത ലൊക്കേഷനിൽ എത്തിയപ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലമ്പൂർ വനമേഖല ആയതുകൊണ്ടായിരിക്കാം ഒരുവിധം മ്യൂസിയങ്ങളും പാർക്കുകളും എല്ലാം 4:30 വരെ ഓപ്പണിംഗ് ടൈമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കയറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിലമ്പൂർ കാഴ്ചകൾ ഇനിയും തുടരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.